ഒരു കാക്കയുണ്ടായിരുന്നു. അവന്റെ പ്രശ്നം അവൻ കറുത്തതായിരുന്നു എന്നതാണ്. അവന്റെ നിറം കാരണം അവൻ ശരിക്കും സങ്കടപ്പെട്ടു. അവൻ മരത്തിന്റെ ചില്ലയിലിരുന്ന് കരയാൻ തുടങ്ങി. മരത്തിന്റെ ചുവട്ടിലിരുന്ന് സന്യാസിയുടെ മുഖത്തേക്ക് കണ്ണുനീർ തുള്ളികൾ വീഴാൻ തുടങ്ങി. ഇത് കണ്ട സന്യാസി കാക്കയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? കാക്ക മറുപടി പറഞ്ഞു, കരയാതെ എന്തു ചെയ്യും? ഞാൻ ജീവിക്കുന്നത് ശരിക്കും ഒരു ജീവിതമാണോ? കറുപ്പ് നിറം എന്നത് ശരിക്കും ഒരു നിറം തന്നെയാണോ? കാക്കയെ ആരും പെറ്റ്സാക്കില്ല. കാക്കയെ ആരെങ്കിലും വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും എനിക്ക് ഭക്ഷണം നൽകുന്നില്ല. ഞാൻ കൂടുതൽ സമയം മാലിന്യത്തിലാണ് ചിലവഴിക്കുന്നത്. ദൈവം എന്നെ സൃഷ്ടിച്ചത് കാക്കയായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ വെറുക്കുന്നു. സന്യാസി മറുപടി പറഞ്ഞു, നിനക്കൊരവസരം കൂടി കിട്ടിയാൽ നിനക്ക് എന്തായി തീരാനാണ് ആഗ്രഹം? നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. നിനക്ക് എന്താവണമെന്ന് പറയൂ. ഞാൻ മന്ത്രം ചൊല്ലിയാൽ അതുപോലെയാക്കാൻ സാധിക്കും. കാക്ക മറുപടി പറഞ്ഞു, എനിക്കൊരവസരം കൂടി കിട്ടിയാൽ എനിക്കൊരു അരയന്നമാവാനാണ് ആഗ്രഹം. അരയന്നത്തിന്റെ നിറം വെളുത്തതാണ്. വൈറ്റ് നല്ല ഭംഗിയുള്ള കളറാണ്. സമാധാനത്തിന്റെ ചിഹ്നമാണ് വെള്ള നിറം. എന്നെ ഒരു അരയന്നമാക്കാമോ? നിന്നെ ഞാൻ അരയന്നമാക്കാം. പക്ഷെ അതിനു മുമ്പായി നീ അരയന്നത്തെ പോയി കാണുക. കാക്ക അരയന്നത്തിന്റെ അടുത്തേക്ക് പറന്നുപോയി. അങ്ങനെ കാക്ക അരയന്നത്തെ കണ്ടു. ഹേയ് അരയന്നമേ, എന്തു നല്ല കളറാണ് ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. നിന്റെ ഭംഗി നന്നായിട്ടുണ്ട്. എനിക്കുറപ്പുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനും സന്തോഷവാനും നീ തന്നെ ആയിരിക്കുമെന്ന്. അരയന്നം മറുപടി പറഞ്ഞു, ആരാണ് പറഞ്ഞത് ഞാൻ സന്തോഷവാനാണെന്ന്? ഈ ലോകത്ത് ഇനിയും ഒരുപാട് ഭംഗിയുള്ള നിറങ്ങളുണ്ട്. എനിക്ക് ആകെയുള്ളത് ഒരു നിറമാണ്. വെള്ള എന്നത് ഒന്നും ഇല്ലാത്ത ഒരു നിറമല്ലേ? എനിക്ക് തോന്നുന്നു തത്തയാണ് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ പക്ഷി എന്നാണ്. അവന് ഒരുപാട് നിറങ്ങളുണ്ട്. അരയന്നത്തിന്റെ വാക്ക് കേട്ട് കാക്ക തത്തയുടെ അടുത്തേക്ക് പോയി. കാക്ക തത്തയെ നോക്കി പറഞ്ഞു, എന്തൊരു നല്ല ഭംഗിയാണ് തത്തയെ നിന്നെ കാണാൻ. എന്തൊരു നല്ല കളർ കോമ്പിനേഷൻ ആണ് നിന്റേത്, റെഡ് ആൻഡ് ഗ്രീൻ. ജനങ്ങളെല്ലാവരും നിന്നെ പെറ്റ്സാക്കും. തത്തയ്ക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. നീ തന്നെയല്ലേ തത്തയെ ലോകത്തിലെ സന്തോഷവാനായ പക്ഷി? തത്ത മറുപടി പറഞ്ഞു, ആരാണ് പറഞ്ഞത് ഈ ലോകത്തിലെ സന്തോഷവാനായ പക്ഷി ഞാനാണെന്ന്? എന്നെ ആരെങ്കിലും പിടിച്ച് കൂട്ടിലടക്കുമോ എന്ന പേടിയാണ് എനിക്കുള്ളത്. സന്തോഷവാനായ പക്ഷി മയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവന് എന്നേക്കാൾ കൂടുതൽ നിറങ്ങളുണ്ട്. അങ്ങനെ കാക്ക കാട്ടിലേക്ക് പോയി അവിടെ ഒരു മയിലിനെ കണ്ടു. അങ്ങനെ കാക്ക മയിലിനോട് പറഞ്ഞു, എന്തൊരു അത്ഭുതകരമായ പക്ഷിയാണ് നീ. എന്തൊരു ഭംഗിയുള്ള തൂവലുകളാണ് നിനക്കുള്ളത്. നിന്റെ തൂവലുകൾ തുറക്കുമ്പോൾ ആളുകൾ നിന്റെ ഫോട്ടോ എടുക്കുന്നു. നീ നൃത്തം ചെയ്യാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മയിൽ കാക്കയ്ക്ക് മറുപടി കൊടുത്തു, ഞാൻ സന്തോഷവാനല്ല. എന്നെ വേട്ടയാടുകയും കൊന്നുകളയുകയും ചെയ്യും. എന്റെ ഓരോ തൂവലും ലോകമെമ്പാടും വിൽക്കപ്പെടും. എന്റെ തൂവലുകൾ മാർക്കറ്റിൽ വിൽക്കപ്പെടുകയും ജനങ്ങൾ അത് വാങ്ങുകയും വീട് അലങ്കരിക്കുകയും ചെയ്യും. കാക്ക മയിലിനോട് ചോദിച്ചു, ആരാണ് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ പക്ഷി? മയിൽ മറുപടി പറഞ്ഞു, കാക്കേ, നീ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ പക്ഷി. നിനക്ക് എന്തെങ്കിലും അപകടമുണ്ടോ? നിന്നെ ആരെങ്കിലും വേട്ടയാടാറുണ്ടോ? നിന്നെ ആരെങ്കിലും കൂട്ടിലടക്കാറുണ്ടോ? നിനക്ക് ഒരു ദിവസമെങ്കിലും ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ടോ? മയിലിന്റെ മറുപടിയായിട്ട് കാക്ക വളരെ സന്തോഷവാനായി. അന്നാണ് കാക്ക ഏറ്റവും സന്തോഷവാനായത്. കാക്ക പറഞ്ഞ് സന്യാസിയുടെ അടുത്തേക്ക് പോയി. എനിക്ക് ഞാനായിരുന്നാൽ മതി. എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചതിൽ കാക്ക സന്യാസിയോട് നന്ദി പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ആരുമായും കമ്പയർ ചെയ്യരുത്. നിങ്ങളെക്കാൾ മികച്ചതായി മറ്റാരുമില്ല. നിങ്ങളെ പോലെ ദൈവം മറ്റാരെയും സൃഷ്ടിച്ചിട്ടുമില്ല. നമുക്കില്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുക. തനിക്കുള്ളതിനെ ഓർത്ത് തൃപ്തിപ്പെടുന്നവനല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.